ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ചില കുട്ടികളായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പേഴ്സണലായിട്ട് തന്നെ സംസാരിക്കുകയാണ്. ഒരു കുട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വാപ്പ ഉണ്ട്, പക്ഷെ വാപ്പ അല്ല എന്നുള്ളതാണ്. ആ വാപ്പ ആ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കൂല. വാപ്പ കള്ളുടിയനായിരുന്നു, പിന്നീട് പിരിഞ്ഞു പോയി. വാപ്പ തൊലാക്കല് പിരിഞ്ഞതാണ്. പക്ഷെ മക്കളെ പിരിയാൻ കഴിയില്ലല്ലോ, രക്തബന്ധല്ലേ. പക്ഷെ അതിനുള്ള സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇവന് ആ വാപ്പാനെ കാണാൻ വലിയ പൂതിയാണ്. വാപ്പ ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ദിവസം വീട്ടിലേക്ക് വരാം, നിനക്ക് ഡ്രസ്സും സൈക്കിളൊക്കെ വാങ്ങിത്തരാം. ഈ പെരുന്നാൾക്ക് ഉണ്ടായ വിഷയമാണല്ലോ. ജസ്റ്റ് പറഞ്ഞു പോയി. മക്കളന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഒരുങ്ങി നിന്ന് വാപ്പ വരുന്നതും കാത്തു. വന്നതേ ഇല്ല. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. അപ്പൊ ഞാനത് ചോദിച്ചു, എന്തേ ഉണ്ടായത്? അപ്പൊ അവൻ പറയാം, സ്ഥിരം ഉണ്ടാണ് വിഷയമാണത് വീട്ടില്. സൈക്കിൾ ഞാൻ വാങ്ങി തന്നാലോ ചോദിച്ചു അവനോട്. ഞാൻ പിന്നെ വന്ന് ചോദിച്ചു, ഇനിയിപ്പോ സൈക്കിൾ വാങ്ങിത്തരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലോ? അത് വാങ്ങിത്തരാന്നെങ്കിലും പറഞ്ഞല്ലോ എന്ന് അവന്റെ വാക്ക്. എന്തുമാത്രം പക്വതയോടുകൂടി സംസാരിക്കുന്നു അറിയോ? ആകെ അവന് 5ാം ക്ലാസ് 6ാം ക്ലാസ്സാണ്. അത്രത്തോളം തീച്ചൂളയിലൂടെ വാർത്തെടുത്ത കുട്ടികളാണ് ചിലര്. മറ്റൊരു മകനായിട്ട് സംസാരിച്ചു. അവനായിട്ട് സംസാരിച്ചപ്പോൾ ആദ്യമുണ്ടായ ഉമ്മയിലുള്ള മക്കള്, പിന്നെ അതുപോലെ തന്നെ ഭർത്താവിന് മറ്റൊരു ഉമ്മയിലുണ്ടായ മക്കൾ, ഭാര്യയുമായിട്ടുണ്ടായ മക്കളാണ്. ഈ ഭർത്താവ് പിന്നെ ഈ ഭാര്യയായിട്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ അതിലുണ്ടായി മക്കള്. ഭർത്താവിനാണെങ്കിൽ ആദ്യത്തെ തൻ്റെ മക്കളോട് ഇഷ്ടമുണ്ട്, ഈ ഉമ്മാന്റെ തന്നിലൂടെ ഉണ്ടായ ഭാര്യയിലുള്ള മക്കൾ ഇഷ്ടമുണ്ട്. അതേസമയത്ത് ആ ഭാര്യ മറ്റൊരു ഭർത്താവിലൂടെ ഉണ്ടായ മക്കളെ ഇഷ്ടമല്ല. വിവേചനാണ്, കടും വിവേചനാണ്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ആ കുട്ടി ഇവിടെ ക്ലാസ്സിലിരിക്കുമ്പോൾ അവന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, ഉസ്താദ് എന്നെ ഇഷ്ടമുണ്ട് കാണിക്കാൻ വേണ്ടി, ഉസ്താദ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇടയ്ക്ക് ഒച്ചയും ഇങ്ങനെ ഉണ്ടാക്കും, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇടയ്ക്ക് കസാല ഇങ്ങനെ ഇറക്കും, ഇടയ്ക്ക് പേപ്പർ നീക്കും, ഇടയ്ക്ക് പെണ്ണെറിയും, അല്ലെങ്കിൽ മറ്റൊന്ന് തോണ്ടും. ഇതെന്തിനാ? എന്റെ ഉസ്താദ് എന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വീട്ടിലൊരു ശ്രദ്ധയും കിട്ടണില്ല. ഞാൻ അവന്റെ ഒരു വിഷയം, അവനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയല്ലോ, വീഡിയോ ഉണ്ടാക്കി. അവന്റെ വാപ്പച്ചിനെ വീഡിയോയിൽ കാണിക്കട്ടെ ചോദിച്ചപ്പോൾ വേണ്ട, ഓക്കെ സമ്മതിക്കാം. എന്നാ വാപ്പച്ചിക്ക് എന്റെ ചാനലാന്ന് പറഞ്ഞു കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോൾ അതും കാണാൻ വയ്യ. അന്ന് അതേ സമയത്ത് തന്റെ പെങ്ങളോട് വലിയ ഇഷ്ടമാണ്. ഈ പെങ്ങളെന്ന മറ്റു തന്നിലൂടെ ഉണ്ടായതാണ്. അതേ സമയത്തോ ഇയാളെ മക്കളോട് വലിയ ഇഷ്ടമാണ്, പക്ഷെ ഈ കുട്ടിയെ ഇഷ്ടമല്ല. ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയണേ? മക്കൾക്കിടയിൽ ഒരിക്കലും വിവേചനം പാടില്ല. ഈ കുട്ടി ക്ലാസ്സിൽ എന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് പലതും ചെയ്യാന്ന് പറയുമ്പോ അവന്റെ ഉള്ളിൽ എന്തുമാത്രം വിഷമുണ്ട്, അവൻ എന്തുമാത്രം നീറിപ്പുകയുണ്ട്. അതൊരു കുട്ടിയുടെ അവസ്ഥ. മറ്റൊരു കുട്ടിയായിട്ട് സംസാരിച്ചു. അവന് സ്കൂളിൽ പോകുന്നതേ ഇഷ്ടമല്ല. വീട്ടിലൊരു പ്രശ്നമില്ല, വീട്ടിലെല്ലാം സന്തോഷം, റാത്താണ്. സ്കൂളിൽ അവന് ടൈറ്റ് പേര് ഇട്ടിക്കാണ്. അവനൊരു ഇരുട് നിറമായ കുട്ടിയാണ്. അവനിട്ട പേര് കേട്ടാൽ തന്നെ നമുക്ക് സങ്കടം തോന്നും. പിന്നെ അവന് നാട്ടുപേര് വേറെയാണ്. ആ പേര് വെച്ചുകൊണ്ടും അവനെ കളിയാക്കുക. ഇത് അവന് സ്ഥിരം കേട്ട് മടുത്ത് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. മറ്റൊരു ദർസിൽ പോകാൻ താല്പര്യമില്ല. ഇതേ വിഷമം. എന്നാല് നമ്മൾ ഇന്നവരെ ചോദിച്ചു നോക്കിയിട്ടുണ്ട് നമ്മളെ മക്കളോട്, മോനെ നിനക്ക് സ്കൂളിൽ എങ്ങനെയുണ്ട്, സന്തോഷമാണോ, കുട്ടികൾ എങ്ങനെയുണ്ട്, നിന്റെ കൂടെയുള്ള കൂട്ടുകാരെങ്ങനെയുണ്ട് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. മറ്റൊരു വിഷമമുള്ളത്, ഭർത്താവും ഭാര്യയും വലിയ ഫൈറ്റാണ് വീട്ടില്. പക്ഷെ നിങ്ങൾ ഈ പ്രശ്നം വീട്ടിലുണ്ടാവുന്നതിന്റെ ഫലം എവിടെ കാണാറോ? ക്ലാസ് എടുക്കുന്ന എന്റെ ക്ലാസ്സിലായിരുന്നു. ഓരോ കുട്ടിയുടെയും പ്രകൃതം നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അവന്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയാണ്. കാരണം ഞാൻ അവരുടെ കൂടെ കളിക്കുന്നു, അവരുടെ കൂടെ ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ അവന്റെ മനസ്സിൽ തോന്നാണ്. അപ്പൊ ഇത് കണ്ടിട്ട് അവന്റെ ഉപ്പ അവനെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല, അല്ലെ അവന്റെ ഉമ്മ എന്നവരെ സ്നേഹിച്ചിട്ടില്ല. ഉപ്പ സ്നേഹിക്കുന്നുണ്ട്, ഉമ്മ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ദേഷ്യം പിടിച്ചാൽ വായിൽ നിന്ന് വരുന്ന വാക്കിന് ഒരു കുറവില്ല. പച്ച തെറികളാണ്, വൃത്തികെട്ട വാക്കുകളാണ് പറയുന്നത്. ഇങ്ങനെ വരെ മാതാപിതാക്കൾ ഇതിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആകെ പേടിച്ചു പോയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികളൊക്കെ പിന്നീട് എവിടെ കൊണ്ടുപോയി കാണിക്കുന്നത് അറിയോ? പണ്ട കൂട്ടുകാരടുത്തതിന് ദേഷ്യം തീർക്കുന്നത് തന്റെ കൂടെയുള്ള മറ്റുള്ളവരോടാണ്, ക്ലാസ്സിലിരിക്കുന്ന അധ്യാപകന്മാരോടാണ്. സംസാരിച്ചു നോക്കണം. നിങ്ങൾ ഇന്നവരെ സംസാരിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളെ കുട്ടികളോട്? നിങ്ങൾ പരസ്പരം, അതായത് ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിച്ചിട്ടുണ്ടോ? സ്വന്തം ഭർത്താവിന്റെ സൗന്ദര്യം ആസ്വദിച്ചു നോക്കിയിട്ടുണ്ടോ? പലരും ഇല്ല എന്നുള്ളതാണ്.
കാരണം തന്റെ മനസ്സിലുള്ളത് തുറന്ന് തന്റെ ഭാര്യയായിട്ട് സംസാരിക്കൂല, അല്ലെങ്കിൽ തന്റെ ഭർത്താവിനോട് സംസാരിക്കൂല. ഇത് മനസ്സിൽ വെച്ച് ഇങ്ങനെ കൊണ്ടു നടക്കും. പക്ഷെ പിന്നീട് എന്താണ്, ഇതിന്റെ ഈഗോ, അതുപോലെ ഈ വിഷയത്തിൽ ദേഷ്യം കയറുക, ഇതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിൽ നടക്കുന്നുണ്ട്. ഇതെന്താണ്, ഭാര്യയോട് കാണിക്കും, തന്റെ മക്കളോട് കാണിക്കും, അല്ലെങ്കിൽ ഭാര്യ എന്ത് ചെയ്യും, ഭർത്താവിനോട് കാണിക്കും, തന്റെ മക്കളോട് കാണിക്കും. ഇതിന്റെ ഫലം എന്താണ്, ആ കുട്ടി ഉള്ളിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ് പഠിക്കുന്നത്, ഒരാൾ പെരുമാറുന്നത് ഇങ്ങനെയെന്നുള്ളതാണ്. അവർ തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് എന്ത് ചെയ്യാണ്, കുട്ടിയിലൂടെ ഫലിക്കാണ്. ആ കുട്ടി പുറത്ത് കൊണ്ടുപോയി കാണിക്കാണ്. നിങ്ങൾ തമ്മിൽ ചെറിയൊരു മിസ്റ്റേക്കേ ഉള്ളൂ, ചെറിയൊരു പോരായ്മ ഉള്ളൂ, പക്ഷെ ആ കുട്ടിയിലാണെങ്കിൽ വലിയ പോരായ്മകളാണ്, വലിയ കുറവുകളാണ് കാണുന്നത്. ഇപ്പൊ ഫോൺ ഉപയോഗിക്കുന്ന വിഷയത്തിൽ ഞാൻ സംസാരിച്ചു നോക്കുമ്പോൾ ഒരുത്തിന് ഫോൺ വല്ലാതെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. ഫോൺ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികൾ ചോറ് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുട്ടി കരയുന്നത് കണ്ട് ഫോൺ കൊടുക്കും, അതൊരു തവണ. പക്ഷെ അടുത്ത തവണ അവൻ എന്ത് ചെയ്യും, ഫോൺ കിട്ടിയില്ലെങ്കിൽ കരയും, നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഫോൺ കൊടുക്കും. അപ്പൊ എന്തായി, കുട്ടി മനസ്സിലാക്കി കരഞ്ഞാൽ ഫോൺ കിട്ടുന്നുള്ളൂ. ആരത് പഠിപ്പിച്ചു കൊടുത്ത്, നമ്മളല്ലേ. നമ്മളിത് ചിന്തിക്കുന്നില്ല. കുട്ടി അടുത്തിൽ എന്താ ചെയ്യുക, കരയും, അപ്പൊ നമ്മൾ വീണ്ടും ഫോൺ കൊടുക്കും. കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ നമ്മൾ ഫോണാ കൊടുക്കുന്നത്. കുട്ടി മനസ്സിലാക്കണം എന്താ, ഫോൺ കിട്ടാ കരഞ്ഞാൽ മതി എന്നാണ്. 2 വയസ്സായ 1 വയസ്സായ കുട്ടികളുടെ അവസ്ഥയെ പറയണേ. ഈ കുട്ടി വലുതാക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, തന്റെ ഉള്ളിൽ വാശി കയറാണ്. ഫോൺ കിട്ടിയില്ല എന്നാൽ നിലത്ത് കാലിട്ടടിക്കും, കയ്യിലുള്ള ഗ്ലാസ് പൊട്ടിക്കും, പ്ലേറ്റ് എറിഞ്ഞ് പൊട്ടിക്കും. ഇതൊക്കെ എവിടുന്നുണ്ടായതാണ്, ഉള്ളിലുള്ള വാശി കൊണ്ടുണ്ടാവുന്നതാണ്. ഈ വാശിയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, മറ്റു കുട്ടികളിലേക്കും പകരുന്നത്. അവനെന്ത് ചെയ്യും, മറ്റു കുട്ടികളെ കളിപ്പാട്ടെടുക്കും, അത് കിട്ടിയില്ല എന്നാ അവിടെ കരച്ചിൽ തുടങ്ങും. വേറെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് അവിടുത്തെ കളിപ്പാട്ടം നശിപ്പിക്കും, കേടുവരുത്തും. ഇതൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, കുട്ടി കരയാണെങ്കിൽ ആദ്യം തന്നെ ഫോൺ കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. രണ്ടാമത്, കുട്ടി നല്ലോണം കരഞ്ഞോട്ടെ, 2-3 തവണ അത് അവഗണിക്കുക. അത് അവഗണിച്ച് പഠിപ്പിക്കണം. അതായത് കുട്ടിയെ എപ്പോഴും ഇങ്ങനെ സ്നേഹിച്ച് ഇങ്ങനെ ലാളിച്ച് കൊണ്ടുപോകാന്നുള്ളതല്ല. സ്നേഹം വേണം, ലാളന വേണം, ഒപ്പം എന്ത് ചെയ്യണം, താക്കീതും വേണം. അടിക്കണമെന്നില്ല. അടിക്കലൊക്കെ ഒരു 5-6-7 വയസ്സൊക്കെ ആയതിനു ശേഷം തീരെ കേൾക്കാത്തപ്പോ മാത്രം അടിക്കേണ്ട കാര്യമാണ്. ഇതല്ല, തൊട്ടിനും പിടിച്ചിനും. ഞാൻ കേട്ടത് ഫോണിന്റെ ചാർജറിന്റെ വേറെ എടുത്തിട്ടൊക്കെ തല്ലുന്ന ഉപ്പാരുണ്ടെന്നാ. എന്താ ഇവരൊക്കെ തല്ലുന്ന ആരെയാണ്? ഞാൻ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾക്കൊരു അടുത്ത ജഡ്ജ്മെന്റ് കൂട്ടുക. നിങ്ങളെ മക്കളുടെ സ്ഥാനത്ത് നിങ്ങൾ മക്കളായി മാറുന്നു, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ രക്ഷിതാക്കളാവുന്നു. നിങ്ങൾ പെരുമാറുന്നത് പോലെ നിങ്ങളെ മക്കൾ നിങ്ങളോട് പെരുമാറുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ ഇല്ലേ? അത് മാത്രം മനസ്സിലാലോചിച്ചാൽ മതി. നിങ്ങൾ മക്കളോട് പെരുമാറുന്ന ഇപ്പോഴത്തെ സ്വഭാവം ഉണ്ടല്ലോ, അത് മാത്രം മനസ്സിലാലോചിച്ചാൽ മതി. എൻ്റെ മക്കൾ എൻ്റെ രക്ഷിതാക്കളായിട്ട് ഞാൻ അവരുടെ മക്കളാവുകയാണെങ്കിൽ അവർ എന്നെ എങ്ങനെ ഉൾക്കൊള്ളും, അവർ എന്നെ എങ്ങനെ സ്വീകരിക്കും? ഞാൻ പെരുമാറുന്നത് പോലെ അവർ പെരുമാറിയാൽ ഒരു മകനായിട്ട് അവരുടെ കൂടെ നിൽക്കാൻ കഴിയുമോ? 2-3 കുട്ടികള് കൂട്ടത്തിൽ പറഞ്ഞാണ്, ഒന്ന് മരിച്ചെങ്കിൽ എന്ന്. തൂങ്ങിച്ചാവാൻ വരെ ആഗ്രഹിച്ച കുട്ടി, 5ാം ക്ലാസ് പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പറയുന്നത്, ഉസ്താദെ ഒന്ന് തൂങ്ങിച്ചത്തെങ്കിൽ എന്ന് വരെ ആഗ്രഹിച്ചു പോയി. പേടിയാണ് തൂങ്ങിച്ചാവാതൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ എന്ത് വാശിയാണ് ഇവരോടൊക്കെ കാണിക്കുന്നത്? വാശി വേണ്ട എന്നല്ല, പക്ഷെ നമ്മുടെ ഈഗോ അത് ഇറക്കി വെക്കണം. ഞാനാണ് ശരി, ഞാൻ മാത്രം ശരി എന്ന ചിന്ത പാടില്ല. നിങ്ങളെ മക്കളും ശരിയുണ്ട്, നിങ്ങളും ശരിയാണ്. എല്ലാം ശരിയാകൂല. നമുക്ക് ശരിയായ പലതും മറ്റുള്ളവർക്ക് ശരിയല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ, അവൻ പഠിച്ചതും അവൻ അനുഭവിച്ച ഒരു കുട്ടി, ഞാൻ ഏറ്റവും സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. മാതാപിതാക്കൾക്കിടയിൽ നല്ലൊരു കുട്ടിയാണ്, ഒരു സ്ഥാപനത്തിൽ പോയി അവിടെ ആ കുട്ടികൾക്കിടയിൽ വളർന്ന കുട്ടി. ഇവനെന്ത് ചെയ്യണം, അവർക്കിടയിൽ പല പ്രശ്നങ്ങളും മനസ്സിലാക്കി അവനെ കളിയാക്കുന്നു, അവനെ പരിഹസിക്കുന്നു, അവനെ ചതിക്കുന്നു. ഈ കുട്ടി ഇനി മറ്റൊരു സ്ഥാപനത്തിൽ പോയാൽ അവിടെ നല്ല കുട്ടികളാണ്, നല്ല ആളുകളാണ്, പക്ഷെ അവൻ അവരെ വിശ്വാസത്തിലെടുക്കുമോ? ഇല്ല, കുറച്ച് സമയമെടുക്കും. കാരണം എന്താ, അവിടെ നല്ല ആളുകളായി എന്നുള്ളതല്ല, ഇവന്റെ ജീവിതത്തിൽ മുൻകഴിഞ്ഞ് പോയ പല അനുഭവങ്ങളുണ്ട്. ഇത് വെച്ച് തന്നെയാണ് അവൻ ആ സ്ഥാപനത്തിലേക്ക് പോകുന്നത്. ഒരിക്കലും അവിടെ എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കൂല, മനസ്സിലാക്കാൻ സമയമെടുക്കും. മനസ്സിലാക്കി കഴിഞ്ഞാലോ അവൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും ചെയ്യും. നമുക്കതെന്തായിരിക്കും, അവർ ശരിയാണ്, പക്ഷെ ഈ കുട്ടികൾ തെറ്റായിരിക്കും. അവർക്ക് അതാണ് ശരി എന്നുള്ളതാണ്. കാരണം അവരങ്ങനെയാണ് പഠിച്ചത്.
നമ്മളിത് പഠിച്ചത് നമ്മൾ പാടുന്നത് പോലെ ആകണമെന്ന് വാശി പിടിക്കരുത്. ഒരു ഉമ്മയും അങ്ങനെ വാശി പിടിക്കരുത്, ഒരു ഉപ്പയും വാശി പിടിക്കരുത്. മക്കളെ പൊന്നുപോലെ നോക്കാൻ കഴിയണം. മക്കളൊരു പരീക്ഷണം തന്നെ പടച്ച റബ്ബ് പറഞ്ഞതാണ്. പക്ഷേ സമ്പത്ത് പരീക്ഷിക്കും പോലെ നിങ്ങളെ മക്കളെ കൊണ്ട് പരീക്ഷിക്കും. അതിന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഉറച്ച തീരുമാനം വേണം. എൻ്റെ മകനാണ്, ഞാൻ തന്നെയാണ് നോക്കേണ്ടത്. അത് ചിലപ്പോൾ നമ്മുടെ സ്വന്തം രക്തത്തിലാവണമെന്നില്ല. ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞ് പരസ്പരം വേറൊരു ബന്ധത്തിലേക്ക് ഏർപ്പെട്ടത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് മക്കൾക്കിടയിൽ ഒരിക്കലും വിവേചനം പാടില്ല. അത് മറ്റൊരു കാര്യം. ഞാനിത് ഒന്നായിട്ട് പറയട്ടെ, മനസ്സിലുള്ള എങ്ങനെ പറയാണ്, ഒന്നും കരുതരുത്. മക്കൾക്കിടയിൽ വിവേചനം കാണിക്കരുത്. അതുകൊണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി പറഞ്ഞതാണ്, ജ്യേഷ്ഠൻ ചെയ്താൽ ഒരു പ്രശ്നമല്ല, അനിയൻ ചെയ്താൽ ഒരു പ്രശ്നമല്ല, നടുവിലുള്ള ഞാൻ ചെയ്താൽ മാത്രം പ്രശ്നമാണ്, എന്നെ അടിക്കും, എന്നോട് ദേഷ്യപ്പെടും. ഇത് എങ്ങനെ ഒരു കുട്ടി ഉൾക്കൊള്ളും? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ആ ഒരു വിവേചനം മാറ്റി നിർത്തുക. മക്കൾ എന്റേതെല്ലാം ഒരുപോലെയാണെന്ന് ചിന്തിക്കണം. നമുക്ക് ഉള്ളിൽ സ്നേഹം കൂടുതലുണ്ടാവും, പക്ഷെ അതൊന്നും ഒരിക്കലും എന്തല്ല, വേണ്ട എന്നല്ല, പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പാടില്ല. അത് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ വെക്കേണ്ട കാര്യമാണ്. പിന്നെ മക്കളോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞറിഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. സ്നേഹമായിട്ട് തന്നെ കാണിക്കണം. ചെറിയ കുട്ടികളെ ചുംബിച്ചിട്ടും ലാളിച്ചിട്ടും കളിപ്പിച്ചിട്ടും ഒക്കെ വേണം. നിങ്ങൾ കരുതിയത് ഈ ഒരു 4 വയസ്സാകുമ്പോഴേ കുട്ടിക്ക് അന്തം വെക്കുന്നുള്ളതാണ്. അല്ലട്ടോ. 2-ാം വയസ്സിലുള്ള കുട്ടികളുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വരെ നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ആ പിച്ച വെക്കുന്നത് തൻ്റെ ഉമ്മ എങ്ങനെയാണോ വെക്കുന്നത് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. തൻ്റെ ഉപ്പ എങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ടാണ്. മാക്കൈവർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം കാട്ടിൽ നിന്നൊരു കുട്ടിയെ കിട്ടിയൊരു അനുഭവം പറയുന്നുണ്ട്. ആ കുട്ടിക്ക് ചെന്നായികളുടെ കൂടിയാണ് കുട്ടി വളർന്നത്. കുട്ടി എങ്ങനെയാണായിരുന്നോ പിന്നീട് ഉണ്ടായിരുന്നത്? നായ്ക്കൾ കുരക്കും പോലെ കുരക്കും, നായ്ക്കൾ നടക്കുന്നത് പോലെ നടക്കും. ഒരു കാര്യം ചെയ്യാൻ അറിയില്ല, മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യം അറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഉള്ള അനുഭവമാണ് ഈ പറയുന്നത്. കുട്ടി പക്ക എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് അനുകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ എന്താണോ ഒരു തൻ്റെ ഭാര്യയെ വിളിക്കുന്നത് അത് അതുപോലെ പകർത്താണ്. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ എന്താണോ വിളിക്കുന്നത് അത് അതുപോലെ പകർത്തുണ്ട്. ഒരു സ്പോഞ്ച് വെള്ളത്തിലിട്ട് എങ്ങനെയാണോ എടുക്കുന്നത് ആ ഒരു സ്പോഞ്ചിൽ എത്രത്തോളം അത് എന്നിട്ട് ഊറ്റിയെടുക്കുന്ന വെള്ളം വലിച്ചെടുക്കുന്നത് കാണാം. എന്നാൽ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന സ്വഭാവം അതുപോലെ സ്വീകരിക്കണം. ഒരുത്ത നല്ല ദേഷ്യമുണ്ട്. ഞാൻ അവിടെ ചോദിച്ചത്, നിന്റെ ഉപ്പ നല്ല ദേഷ്യക്കാരനാണോ? ആണ് പറഞ്ഞു. നല്ല ദേഷ്യമാണ് ഉപ്പാക്ക്. ഉപ്പ നല്ല സ്നേഹമുണ്ട്, പക്ഷെ ദേഷ്യമെന്ന് പിടിച്ചാൽ കിട്ടൂല. ഫോണിന്റെ ചാർജർ എടുത്തൊക്കെ തല്ല എന്നുള്ളതാണ്. ഒരിക്കലും ചെയ്യരുത്. ഇപ്പൊ ഇത് ഉമ്മയും ഉപ്പയും വരേണ്ട കാര്യങ്ങളാണ്. 2 പേരോടും പറയേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ തമ്മിൽ ഒരു പൊരുത്തം വേണം. അല്ലാതെ നിങ്ങൾ തമ്മിലുള്ള ഈഗോ, നിങ്ങൾ പരസ്പരം മിണ്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രായം കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. അപ്പം അന്തം വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ അപ്പം മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതായത് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടിയോട് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ചിന്തിട്ട് എന്ത് കാര്യമുള്ളത്? അതിപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരാൾക്ക് ഇന്ന് കിട്ടേണ്ട ഒരു ഉപകാരം ഒരു 5 വർഷം കഴിഞ്ഞിട്ട്, ഇന്നിപ്പോൾ എനിക്കൊരു 10 ലക്ഷം കിട്ടിയ വളരെ ഉപകാരമാണ്. ഒരുത്തൻ 5 വർഷം കഴിഞ്ഞിട്ട് ഇന്നാടാ നീ പറഞ്ഞ 10 ലക്ഷം രൂപ എന്ന് കൊടുത്താൽ എന്ത് ഉപകാരമുള്ളത്? വല്ല കാര്യം നടക്കുമോ? അവൻ അതിലേറെ ഉഷാറായിട്ടുണ്ടാവില്ലേ? ഒരു കുട്ടിയാണെങ്കിൽ അവൻ ഇന്ന് കിട്ടേണ്ട ലാളന, പരിഗണന, സ്നേഹം, അതുപോലെ തന്നെ അവനെ പ്രത്യേകം പരിഗണിക്കുക വേണ്ട കാര്യമാണ്. അത് കിട്ടാതിരുന്നാൽ ആ കുട്ടിക്ക് 5 വർഷം കഴിഞ്ഞിട്ട് രക്ഷിതാവിന് തോന്നുക അവനൊന്ന് സ്നേഹിക്കാനിട്ടോ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമല്ല കേട്ടോ. ഒരു പരിഗണനയും കിട്ടൂല, ഒന്നും കിട്ടാൻ പോണില്ല. അവിടെ കണ്ണീര് മാത്രമായിരിക്കും. ഇവിടെ വന്ന് 10 ദിവസമായിട്ട് അവൻ രാത്രികളിൽ ഉറങ്ങുന്നത് വളരെ കുറവാന്ന് പറയുമ്പോ എന്താ അവർക്ക് അവസ്ഥ? ഒരു വീട്ടിലാകട്ടെ ഇവിടെ ആകട്ടെ രാത്രി ഉറക്കം വരില്ല ഉസ്താദ്. എനിക്ക് ആലോചിച്ചിട്ട്, നിങ്ങൾ ഇന്നേ വരെ നിങ്ങളെ മക്കളെ കുറിച്ച് അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എൻ്റെ മകന് രാത്രി ഉറക്കുണ്ടോ? ഫോണിൽ കളിച്ചിട്ടല്ല, വേറൊന്നും ആലോചിച്ചിട്ടല്ല, വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് മാത്രം. മറ്റൊരു കുട്ടിയുണ്ട്, അവന് തലവേദന ഇടയ്ക്ക് വല്ലാതെ വരും, മൈഗ്രെയിനാണ് സംഭവം. അതെങ്ങനെ ഉണ്ടായതാ? വീട്ടിലെ പ്രശ്നം കിട്ടി ആലോചിച്ച് ടെൻഷൻ കയറുന്നതാണ്. ടെൻഷൻ കയറി തലവേദന വലിഞ്ഞ് മുറുകും. അത് ചിലപ്പോ ഒരാഴ്ച 2 ആഴ്ചക്ക് തലവേദന നിൽക്കും. ഈ തലവേദനക്കുള്ള പ്രശ്നം വീട്ടിലെ ഈ ഒരു കാര്യമാണ്. നമ്മൾ അറിയുന്നത്, നമ്മളെന്ത് ചെയ്യും? കുട്ടിനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ട് ചികിത്സിക്കും. എന്ത് കാര്യമുള്ളത്?
ഇവന് ടെൻഷൻകാരാണ്. നമുക്ക് തന്നെയല്ലേ ടെൻഷൻകാരെ തലവേദന എടുക്കണേ. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇതാക്കണേ, ഈ ഒരു ബോക്സിന്റെ കനം എത്ര നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എത്ര പറയാം? ഇതിപ്പോ ഈ പിടിക്കുന്ന കനം എത്ര ഉള്ളത്? അത്രേ ഉള്ളൂ അല്ലെ? അതേ സമയത്ത് ഞാൻ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് മുമ്പിൽ 1 മണിക്കൂർ പിടിച്ചുന്നു, 1 ദിവസം പിടിച്ചുന്നു, ഒരാഴ്ച പിടിച്ചുന്നു, 1 മാസം സാധിക്കോ? ഇല്ല. കാരണം ഇതിന്റെ ഭാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10 സെക്കൻഡ്, 1 മിനിറ്റ്, ഏറി വന്ന് 5 മിനിറ്റ് പിടിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഞാൻ പിടിക്കുന്തോറും ഞാൻ തളരാണ്, എന്റെ ശരീരം ക്ഷീണിക്കാണ്, എന്റെ ഉള്ളും ശരീരം മനസ്സും എല്ലാം ക്ഷീണിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിക്ക്, ചെറിയ ചെറിയ കുട്ടികൾക്കുള്ളിൽ ഇത്രയും ഭാരമുള്ള ടെൻഷനുകൾ ഇറക്കി വെക്കുമ്പോൾ ഇവരിത് എങ്ങനെ കൊണ്ടുപോയി തള്ളാനാണ്? ഇവരിത് മനസ്സ് പിടിച്ച് നടക്കില്ലേ? എത്ര ഒരു ദിവസം പിടിക്കാൻ കഴിയും കുട്ടികൾക്ക്? പിന്നെ 1 മാസം. ഈ കുട്ടികൾ പിന്നെ ആത്മഹത്യ ചെയ്യാനോ മരിക്കാനോ ചിന്തിച്ചാൽ ആരെ പറയാനാ? നമ്മുടെ ഭാഗം മാത്രം ചിന്തിച്ചാൽ മതിയോ? മക്കളെ ഭാഗം ചിന്തിക്കണം. നമ്മളെപ്പോലെ പെരുമാറാൻ നിൽക്കരുത്. നമ്മൾ മക്കളോടാവുമ്പോൾ കുട്ടികൾക്കനുസരിച്ചായി പെരുമാറണം. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പക്ഷെ ഞാനിതൊക്കെ പറയുന്നത് വെച്ചാൽ എന്നോട് ഈ കുട്ടികൾ പറഞ്ഞതാണ്. ഇത് നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ മനസ്സിൽ തന്നെ വരുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളത് എന്റെ കുട്ടിയെ കുറിച്ചാണ്. പലരുടെയും മനസ്സിൽ വരുന്നുണ്ടാവും. അത് വരാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അവരുടെ അനുഭവം തന്നെ പറയണേ. നിങ്ങൾക്ക് അത് മനസ്സിൽ തട്ടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം നിങ്ങളെ മക്കളെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന്. മക്കളെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ വളരെയധികം സങ്കടമുള്ള കാര്യങ്ങളാണ്. മക്കൾക്കുള്ളിൽ നടക്കുന്ന പല വിഷമങ്ങളുണ്ട്. അത് നിങ്ങളുടെ വീട്ടിലുള്ളതാവാം, ഇനി അതാവൂല പുറമേ ഉള്ളതാവാം. വീട്ടിന് പുറത്ത് എന്ന് പറഞ്ഞാൽ പല കൂട്ടുകാരും നമ്മുടെ മക്കളെ പിടിച്ച് ചതിയിൽ കൊണ്ടാക്കി വിടുന്നുണ്ട്, വേണ്ടാവൃത്തിയിൽ ഏർപ്പെടുത്തുന്നവരുണ്ട്, വേണ്ടാത്ത പല വിഷയങ്ങളും അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്കിടയിൽ, ഈ ചെറിയ കുട്ടികൾക്കിടയിൽ തന്നെ പ്രണയം വരെ വല്ലാതെ ചർച്ചയാണ്. അതെ, അവന് സ്കൂളിൽ 2 ആൾക്കാരാണ്, ഇവന് സ്കൂളിൽ 4 ആൾക്കാരാണ്. ഇതെന്താ ഈ പറയണേ? കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോ ഫോൺ കൊടുക്കണമെന്ന് നമുക്ക് ഇനി പറയാൻ വയ്യ. കാരണം ഓൺലൈനായിട്ട് പല കോഴ്സ് നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഫോൺ കൊടുക്കണം. പക്ഷെ കുട്ടികളുടേതായ ഫോണുകൾ ആപ്പ് ഉണ്ട്. ഇപ്പൊ യൂട്യൂബ് കിഡ്സ് എന്ന് പറയുന്ന വേറെ ആപ്പ് ഉണ്ട്. അത് നമ്മുടെ 1 വയസ്സ് മുതൽ 7-8 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള യൂട്യൂബ് ചാനലാണ്. അത് എപ്പോഴും കൊടുക്കാനും പാടില്ല. അത് കുട്ടികൾക്ക് എപ്പോഴെങ്കിലും വാശി പിടിക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ. പിന്നെന്ത് ചെയ്യണം? ആ ഫോൺ ഓട്ടോമാറ്റിക് ഓഫ് ആകണം. അതിന് പറ്റിയ പാരന്റ് കൺട്രോൾ എന്ന് പറയുന്ന വേറെ ആപ്പ് ഗൂഗിൾ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഗൂഗിളിൻ്റെതാണ് ഈ യൂട്യൂബ്. ഗൂഗിളിന്റെ തന്നെ പാരന്റ് കൺട്രോൾ എന്ന് പറയുന്ന ആപ്പ്. ഈ ആപ്പിന്റെ പ്രത്യേകത എന്താ? എന്റെ ഫോണിൽ എന്റെ മകനൊരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവൻ ഏതൊക്കെ ആപ്പ് തുറന്നു, അവൻ എപ്പോ നിയന്ത്രണം വെക്കണം, അവന് ഫോൺ ഇപ്പോ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? എന്റെ ഫോണിൽ വെച്ച് ആ ഫോൺ നിയന്ത്രിക്കാൻ പറ്റും. ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റും, ഫോൺ സൈലന്റിലാക്കാൻ പറ്റും. ഫോൺ എവിടെ ഞാൻ കൊണ്ടുപോയി വെച്ചാലും നമുക്കത് അലാറം അടിപ്പിക്കാൻ വരെ പറ്റും. ഫോൺ ഒളിപ്പിക്കാൻ കഴിയില്ല. ഇത് മക്കളെ നിയന്ത്രിക്കാൻ വേണ്ടി വന്നാൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെയല്ലേ മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഗൂഗിൾ തന്നെ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഫോൺ ഉപയോഗം നമുക്ക് നല്ല രീതിയിലായിരിക്കണം. പിന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട വിഷയത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകം പറയേണ്ടതുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട് ഇന്ന് AI കാലഘട്ടം. മാതാപിതാ ഗൂഗിൾ ദൈവം എന്ന് ഇത്രയും കാലം പറഞ്ഞു. മാതാപിതാ ഗുരു ദൈവം ഒരു കാലം, അത് കഴിഞ്ഞ് മാതാപിതാ ഗൂഗിൾ ദൈവനും, ഇപ്പൊ മാതാപിതാ AI ദൈവം എന്നുള്ള രൂപത്തിൽ കഴിഞ്ഞു. അതായത് നമ്മൾ എന്ത് ചോദിച്ചോ നമുക്കനുസരിച്ചുള്ള ഉത്തരം പറയുന്ന സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ വന്നു. ഇപ്പൊ വാട്സപ്പിൽ തന്നെ അതിന് സിസ്റ്റം ഉണ്ട്. വാട്സപ്പിന്റെ പുതിയ അപ്ഡേഷനുകളിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. അത് നെക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടി എന്ത് സംശയം ചോദിച്ചാലും നമുക്കത് ഇതിനോട് ചോദിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് ആ വിഷയത്തെ കുറിച്ച് അറിയേയില്ല, പേടിക്കണ്ട, ഇവിടെ കിട്ടാണ്ട്. ഇനി അതിലേക്ക് ഗൂഗിളിൽ ജെമിനി എന്ന് അടിച്ചാൽ മതി. ജെമിനി എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ കയറിയിട്ട് സോഫ്റ്റ്വെയർ ആണ്, സൈറ്റിൽ കയറിയിട്ട് കുട്ടി ലോകത്തിൽ ഏത് സംശയം ചോദിച്ചാലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇനി അത് അറബിയിലാണ് ചോദിക്കുന്നത്, നമുക്ക് അറബിയിലുള്ളത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഇംഗ്ലീഷിലുള്ളതാണെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കാണ് വേണ്ടത്, അങ്ങോട്ടാക്കും. അറബിയിൽ നിന്ന് മലയാളത്തിലേക്കോ ഏത് ഭാഷയിലേക്കും തരും. നമുക്ക് വേണ്ട. ഇനിയിപ്പോ ഒരു ഫോട്ടോ, ഇതെന്താന്ന് കുട്ടി ഒന്ന് ചോദിക്കാം, നമുക്കറിയില്ല. ജസ്റ്റ് ഫോട്ടോ എടുത്ത് ഇട്ട് കൊടുത്താൽ പറഞ്ഞുതരും. ഇത് ഇന്നതാണ്, ഇന്ന രൂപത്തിലുള്ളതാണ്, ഇന്നതാണ് ഇതിന്റെ പ്രത്യേകത. ജെമിനി എന്നാണ് അതിന്റെ പേര്.
ChatGPT എന്ന് പറയുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഇംഗ്ലീഷിലെ ക്ലിയർ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മളെ മാതാപിതാക്കൾ ഇത് ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് അനുസരിച്ചുള്ള വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയും. അത് നമ്മുടെ മക്കൾക്ക് നല്ല ഉപകാരപ്പെടും, നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ പഠിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഇതും കൂടി പരിചയപ്പെടണം. ഇനി ഇത് മാറ്റി നിർത്തരുത്. ഫോണും ഇനി പാടില്ല എന്ന് പറയാൻ പാടില്ല. ഫോണ് വേണം, അത് ഉപകാരപ്പെടുന്ന രൂപത്തിലാവണം. ഫോണ് വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? കുട്ടി വലുതാകും, പക്ഷേ മറ്റുള്ളവർ ഇതൊക്കെ അറിഞ്ഞ് പരിചയപ്പെട്ടു വരും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു CBSE സ്കൂളിൽ പഠിച്ച ആളല്ല, ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചാണ്. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. അതേ സമയത്ത് CBSE കുട്ടിക്ക് മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം. ആ കുട്ടിയാണെങ്കിൽ എന്നിലേറെ ടോപ്പായിട്ട് പല സ്ഥാപനങ്ങളിലും എത്തിപ്പെടുകയാണ്. ഞാനോ വീണ്ടും 10 കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഠിക്കുകയാണ്. എന്ത്? ഇംഗ്ലീഷ് സെപ്പറേറ്റ് പോയി പഠിക്കുകയാണ്. എന്തുമാത്രം വിഷമമുള്ള കാര്യമാണ്. ഇതൊരു പ്രായത്തിൽ കിട്ടേണ്ട കാര്യമായിരുന്നു, കിട്ടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് ഞാൻ അതുകൊണ്ട് ഇടങ്ങേറാവാണ്. ഞാൻ വീണ്ടും എന്ത് ചെയ്യണം? 10 കഴിഞ്ഞതിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. CBSE സിലബസിൽ പഠിച്ച പലതും ഇപ്പോഴാണ് പഠിക്കുന്നത്. അതേ സമയത്ത് ആ കുട്ടികൾ എന്ന് പഠിച്ചിട്ടുണ്ട്? 4ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. അതൊരു വലിയ നഷ്ടല്ലേ? ആ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പൊ AI വന്നിട്ടുള്ളത്. നമ്മൾ ഇതും കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ കുട്ടിക്കത് വലിയ നഷ്ടമാണ്. കാരണം എന്താ? ഈ AI വരുന്നത് കൊണ്ട് പല ജോലികളും ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. CBSE സിലബസ് വെച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ദർസിലെ വിഷയങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മണ്ടല്ല എന്നൊന്നും കരുതണ്ട. ഈ വിഷയമായിട്ട് ഇന്നലെ ഉസ്താദുമായി ഒരുപാട് സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ പോലും ചിന്തിക്കാത്ത പല വിഷയത്തിൽ ഉസ്താദ് വെളിച്ചം തന്നത്. വളരെ സന്തോഷമുണ്ട്. ഞാനും കൂടി ചിന്തിക്കാത്തന്നല്ല, എന്റെ ചിന്തയിൽ വരാത്ത പലതും ഉസ്താദ് പറഞ്ഞപ്പോ എന്റെ മനസ്സ് തന്നെ വല്ലാതെ വിശാലായി. വളരെ സന്തോഷമുണ്ട്. അപ്പൊ ആ ഒരു രൂപത്തിലാണ് നമ്മൾ കുട്ടികളെ വാർത്തെടുക്കേണ്ടത്. ഇനി അതാണ് ഒരു കാലത്ത് ദഅവ കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡായിരുന്നു. ഇനി അതല്ല, അത് മാറി. ഇനി ഇതാക്കണേ, ഇതുപോലുള്ള 5ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ എടുക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്താ? 20-25 വയസ്സാവും, ഒരു 30 വയസ്സാകുമ്പോഴേക്ക് പലരും മരിക്കുകയാണ്. ഷുഗർ വന്ന്, പ്രമേഹം വന്ന്, അറ്റാക്ക് വന്ന്. ഈ കുട്ടികൾക്കൊക്കെ തൻ്റെ ഒരു കുറഞ്ഞ കാലത്തെങ്കിലും എന്തെങ്കിലും ദഅവ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടിക്കാലത്തെങ്കിലും അത് ചെയ്തു കൊടുത്താൽ അത് ക്ലിയർ ആവുള്ളൂ. കുട്ടികൾക്ക് മണ്ടല്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള പലരും ഹിഫ്ളല്ലേ പഠിക്കുന്നത്, ഖുർആൻ മനപ്പാടാക്കുന്നില്ലേ? ഖുർആൻ മനപ്പാടമായ ഒരാൾക്ക് ഏത് വിഷയം പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ കഷ്ടപ്പെട്ട ഒരു വിഷയം ഒരാൾ ഒരു മാസം കൊണ്ട് പഠിച്ച് ടോപ്പ് ലെവലിൽ എത്തിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമുക്കിത് വലിയ നഷ്ടങ്ങളാണ്. നമ്മളെ മക്കൾക്ക് അതൊരു നഷ്ടമാവരുത്. മക്കളെ നമുക്ക് വിട്ടുപിരിയുന്നതിൽ മറ്റൊക്കെ സങ്കടം ഉണ്ടാകും. പക്ഷേ അതൊരു കാലത്ത് അതിലേറെ വലിയ സങ്കടത്തിലേക്ക് വരുത്താൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ വളരെ വലിയ സങ്കടം ഉണ്ടാക്കുന്നതിലേറെ ഇന്നത്തെ ചെറിയ നഷ്ടങ്ങൾ ഭാവിയിൽ വലിയ ഗുണങ്ങളാക്കി മാറ്റില്ല നല്ലത്. അപ്പൊ മക്കൾക്ക് വേണ്ടി അത്തരം ഒരു സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ പള്ളി ദർസ് മറ്റുള്ളതൊക്കെ പഠിപ്പിച്ചോളൂ. പക്ഷെ ദർസ് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന പലതുണ്ട്. അതുണ്ടോ ഇല്ലേ നോക്കാം. അവിടെ പള്ളി ദർസിൽ അതെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇല്ല എങ്കിൽ ഈ കുട്ടികൾ തന്നെ നമ്മോട് പറയും, ഞങ്ങൾ അവിടെ പോയിട്ട് എന്തേ പഠിച്ചെന്നുള്ളത്. അതിനൊരു അവസരം ഉണ്ടാക്കരുത്. നമ്മളെ മക്കൾ നമ്മളല്ലാതെ വേറെ ആരും നോക്കാണ്ടാവില്ല. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇനി എന്തെങ്കിലും പറയാണ്ടോ എനിക്കറിയില്ല. നിങ്ങളെ മക്കളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പലതും ഓപ്പണായി പറഞ്ഞത് ഒന്നും ഉണ്ടായിട്ടല്ല, ആരും വിഷമപ്പെടുത്താനൊന്നുമല്ല. പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ അല്ലാതെ പിന്നെ പറയാൻ വേറെ മാർഗങ്ങളൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആ വിഷയത്തിൽ ഉമ്മമാർക്ക് എന്തെങ്കിലും ചോദിക്കാം, അതുപോലെ ഇവിടെയുള്ള ഉപ്പമാർക്കും ചോദിക്കാം. ഉസ്താദ് പറഞ്ഞ ഞാൻ കേട്ടു, പല പേരൻസിനും സംഭവിക്കുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. ഞാൻ ഈ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. സ്ഥിരമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഉസ്താദും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യം സെയിം തന്നെയാണ്. അതായത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് മക്കളുടെ മുന്നിൽ വെച്ചുള്ള തല്ലുകൂട്ടം. ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ മറന്നു പോകുന്നുള്ളത്. അത് ഓർമ്മിപ്പിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അതിന് ആദ്യം വേണ്ടത്, കല്യാണം കഴിയുന്ന സമയത്തിന് തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ ഒരിക്കലും സദസ്സിനിടയിൽ വഷളാക്കില്ല എന്നൊരു തീരുമാനം അത് ആദ്യം എടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ വഷളാക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചടിക്കാനുള്ള ഒരു പ്രതികാരം മനസ്സ് വരുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം തീരുമാനിക്കുക അങ്ങനെ വഷളാക്കില്ല എന്ന്. രണ്ടാമത്തെ എന്ത് ചെയ്യുക? സദസ്സിനെ വഷളാക്കുക എന്നതിനപ്പുറം
നിങ്ങൾ സംസാരിക്കുന്ന പല വാക്കും ശ്രദ്ധിക്കാം. ചില വീട്ടിൽ പ്രേമത്തെ വളരെ പെരുപ്പിച്ച് പറയാറുണ്ട്. പക്ഷെ അതുകൊണ്ടുള്ള വിഷയം എന്താ പറയുക, മക്കൾ ഇത് കേട്ടിട്ട് പ്രേമം തെറ്റല്ല എന്നുവരെ കാണുന്നു. സിനിമയെ കുറിച്ച് വല്ലാതെ ചർച്ച ചെയ്യുന്ന കുടുംബമുണ്ട്. ആ കുട്ടി എന്ത് ചെയ്യാണ് മനസ്സിലാക്കണേ, സിനിമ കാണുന്ന കുഴപ്പമില്ല, സിനിമയിൽ പറയുന്നത് തെറ്റല്ല എന്നാ. ഞാൻ നിങ്ങൾക്കൊരു ഗ്രൂപ്പിലൊരു വീഡിയോ ഇട്ടുന്നതിനു, ഒരു കുട്ടി വീഡിയോ കണ്ടിട്ട് മെന്റലി ഡിസോർഡർ ആയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ വീഡിയോ തന്നെ നമ്മോട് പറയുന്നത്, നമ്മൾ കാണുന്ന പോലെയല്ല കുട്ടി പലതും ചെയ്യുന്നത്. വേറൊരു കുട്ടി കണ്ട് തന്റെ വെല്ലുമ മരിച്ചത് സെൽഫി ആയിട്ട് എടുത്തിക്കാണ്. എന്റെ വെല്ലുമ മരിച്ചു പോയി ഗേൾസ്, ആംബുലൻസിൽ അല്ലേ എന്റെ വെല്ലുമ മരിച്ചു പോയ ഗേൾസ് എന്റെ ആംബുലൻസ് ആണ് ഈ കാണുന്നത്. ആ കുട്ടി മനസ്സിലാക്കുന്നത് ഇതൊക്കെ എടുക്കാൻ പറ്റുന്നല്ല. എടുക്കാതല്ല, എവിടെ പക്വതല്ല, വിവരമുണ്ട്. വിവരം ഉണ്ടായിട്ട് കാര്യമില്ല, വിവരം വിവേകത്തോടു കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയണം. അത് വക തിരിച്ചെന്നെ കാണാൻ കഴിയണം. അത് നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുമായി സംസാരിക്കേണ്ട സീക്രട്ട് ഉണ്ടെങ്കിൽ മക്കൾ അവിടുന്ന് മാറ്റി നിർത്തണം, മക്കൾ മാറ്റി നിർത്തി കാണിക്കണം. അപ്പൊ മക്കൾ മനസ്സിലാക്കും ഇങ്ങനത്തെ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. ഓട്ടോമാറ്റിക്കാ കുട്ടി വേറെ ഏതെങ്കിലും സദസ്സിൽ അങ്ങനെ ചർച്ച ഉണ്ടായോ മാറിക്കൊടുക്കും. അതൊരു വക തിരിവാണ്, വക തിരിച്ചെന്നെ മനസ്സിലാക്കുകയാണ്. അത് നമ്മളെ മക്കൾക്ക് നന്നായി കൊടുക്കുക. അത് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾ അത് കേൾക്കാൻ പാടില്ല, പോടന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, പറഞ്ഞിടത്ത് പറയണം. ഇനി അങ്ങനെ എല്ലായിടത്തും പറയാന്നുള്ളതല്ല, മാറ്റി നിർത്തൽ നമ്മൾ ചിലപ്പോൾ മാറേണ്ട വിഷയം തീരുമാനമാണ്, നമ്മൾ മാറി നിർത്തും ചെയ്യണം. മക്കളെ പോയി മാറ്റി നിർത്തുക എന്നാവരുത്. വേറെ ഒന്ന്, മക്കൾ ഒരിക്കലും സദസ്സിലിട്ട് വഷളാക്കരുത്. അത് അവർക്ക് തിരിച്ചടിക്കാനുള്ള പ്രതികാരം മനസ്സിലുണ്ടാക്കണേ. ഒരു കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഉള്ളിൽ അത്രത്തോളം കയറി വരികയാണ്. അപ്പൊ ഒരിക്കലും മറ്റുള്ള മക്കളെയോ എല്ലാവരുടെയോ സദസ്സിലോ വഷളാക്കരുത്. അതുപോലെ മക്കളെ ടൈറ്റ് പേരിട്ട് വിളിക്കരുത്. ഉണ്ട്, അങ്ങനെ വിളിച്ച രക്ഷിതാക്കളുണ്ട്. ഇതൊക്കെ ഞാൻ പറയണേ ഇവിടെ ഉണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ട് പറയണ, അല്ല പുറത്തത്തെ ഒരു വിഷയം പറയണില്ല. അപ്പൊ ടൈറ്റ് പേരിട്ട് വിളിക്കരുത്. ഈ കാര്യങ്ങൾ നന്നായി, ടൈറ്റ് പേരെന്ന് പറഞ്ഞാൽ ഓമന പേരിനപ്പുറം വേറെ ഒന്നുണ്ടല്ലോ, വൃത്തികെട്ട പേരുകൾ വിളിച്ചിട്ട് സംസാരിക്കാം. ഒരിക്കലും ചെയ്യരുത്. വീട്ടിലെപ്പോഴും ഉണ്ടാകുന്നത് ഉമ്മയാണ്. ആ ഉമ്മ കൂടുതൽ സപ്പോർട്ട് ചെയ്താൽ തന്നെ വീട്ടിലെ പല പ്രശ്നങ്ങളും മക്കളുടെ മനസ്സിൽ നിന്ന് മായും. ഈ പ്രശ്നം ഉമ്മ കൂടുതൽ വഷളാക്കുമ്പോഴാണ് ഇവന് വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല, പിന്നെ പുറത്ത്. ഇപ്പൊ അങ്ങനെയുണ്ട് ഒരു കുട്ടി, വീട്ടിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ട് മറ്റൊരാളെ കുടുംബക്കാരെ വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു. 2 കൂട്ടുകാരാണ് ഇവിടെ ഉള്ളത്, അവർ പരസ്പരം പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇത്രമാത്രം വിഷമങ്ങൾ അവർക്ക് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, കുട്ടികളല്ലേ, നമ്മൾ കുറെയൊക്കെ മനസ്സിലാക്കണ്ടേ. നമ്മൾ സപ്പോർട്ട് ചെയ്യണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. ഇതൊക്കെ നമ്മളെ മക്കൾ പഠിപ്പിക്കണം, ഒക്കെ വേണം. പക്ഷെ മക്കളെ മക്കളായിട്ട് കാണുന്ന വേണം. അല്ലാതെ മക്കൾ എൻ്റെ അതേ പ്രായക്കാരനാണ്, അതുകൊണ്ട് തന്നെ അവന് അവിടെ അകടിച്ചേറിയപ്പോ ഒരു ഗ്ലാസ് പൊട്ടി, അടിച്ചപ്പോ തുടച്ചപ്പോയോ മക്കൾ വന്ന് അവിടെ ചവിട്ടി എന്ന് പറഞ്ഞ് മക്കളെ അതിന്റെ ദേഷ്യത്തിൽ ആ ചൂല് കൊണ്ട് വടി കൊണ്ടൊന്ന് തല്ലരുത്. മക്കളാണ്. കുട്ടിയെ കുട്ടിയല്ലാതെ കാണാൻ ഒരു വാപ്പായി കാണാൻ പറ്റും. അവൻ എന്ത് പക്വത ഉള്ളത് ഇത്? എന്നിട്ട് എന്ത് ചെയ്യാണ് ഉമ്മ, ഇവൻ ഇത്രയും പ്രായമായിട്ടും എന്താ ഇങ്ങനെ, അവൻ എത്ര പ്രായം? ഈ പ്രായത്തിൽ ആ ഉമ്മ എങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, ആ പ്രായത്തിൽ ആ വാപ്പ എങ്ങനെയായിരുന്നു ചിന്തിച്ചു നോക്കുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്യാം, കുട്ടിയോട് ക്രൂരത ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഞാൻ എൻ്റെ മക്കളുടെ സ്ഥാനത്തും എൻ്റെ മക്കൾ എൻ്റെ സ്ഥാനത്തുമായിട്ട് പെരുമാറുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മക്കളെ എൻ്റെ വാപ്പയും ഉമ്മയായിട്ട് നിന്നാൽ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ ഇല്ലയോ? ഞാൻ ചെയ്യുന്ന അതേ സ്വഭാവത്തിൽ പെരുമാറുകയാണെങ്കിൽ എനിക്കത് സ്വീകരിക്കാൻ കഴിയുമോ ഇല്ലയോ? ഇല്ല എങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും മാറൽ അനിവാര്യമാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ, അവര് മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന സ്ത്രീയാണ്. ഈ സ്ത്രീയെ പല ഉമ്മാരും തന്റെ ഭർത്താവിന്റെ ഉമ്മമാര് സ്വീകരിക്കാറില്ല, അല്ലെങ്കിൽ ഉപ്പമാര് സ്വീകരിക്കാത്തൊരു വിഷയം പറയാറുണ്ട്. സ്വന്തമായൊരു നിലപാടില്ലാതെ ആരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നിൽക്കാതിരിക്കുക. സ്വന്തമായ നിലപാടെന്നാൽ ആരെങ്കിലും പറഞ്ഞ അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ നീങ്ങുകയാണെങ്കിൽ കുടുംബം കൂടുതൽ വഷളാവും. അത് നമ്മളെ മക്കളിലും നിയലിക്കും. മക്കളും പല തെറ്റുകളും മനസ്സിലാക്കും. അതേ സമയത്ത് നമ്മൾ ഹക്കിന്റെ കൂടെയാണ്, ഒരു തെറ്റില്ല, നമ്മൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാം. അത് ഭാര്യയുടെ അടുക്കലായാലും ശരി, മക്കളുടെ അടുക്കലായാലും ശരി, ഭർത്താവിന്റെ അടുക്കലായാലും ശരി. എന്നാൽ മാത്രമേ കുടുംബജീവിതം റാഹത്താകുള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, പൊറുക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കളെയൊക്കെ സ്വാലീഹങ്ങളാക്കട്ടെ, നമ്മളെ മാതാപിതാക്കളെ റാഹത്തിലാക്കട്ടെ. കുടുംബജീവിതത്തിൽ പടച്ച റബ്ബ് എന്തെങ്കിലും വഷളാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നീ നീക്കി തരുന്ന തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.